എന്റെ പ്രശ്നം തൽക്കാലം നീ അറിയണ്ട. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. പറ്റില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ നിങ്ങൾ എന്റെ മുതലാളിയാണോ? ധനുഷ സ്നേഹം അടുത്തിടപഴകുന്ന കണ്ടപ്പോ നല്ലോണം പൊള്ളിയല്ലേ? പൊള്ളി കാണും, എനിക്കറിയാം. അതല്ലേ രാവിലെ വെറും വയറ്റിൽ ഇത് പറയാൻ എന്നെ തിരക്കി വന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന വളർത്തുമോള് അവളെ കെട്ടാൻ പോകുന്നവനുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നതിന് പോറ്റമ്മയ്ക്ക് അസൂയ. എന്തല്ലേ ഇങ്ങനെ അസൂയ വരുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. ഇനി അങ്ങോട്ട് കാണാനുള്ളതൊക്കെ ഇതിലും അസൂയപ്പെടുത്തുന്ന കാര്യങ്ങളാ. ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയപ്പോ ഓർത്തില്ലേ? ഇതൊക്കെ പിന്നീട് കാണേണ്ടി വരുമെന്നും അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നും. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തതേ, ഈ ധനുഷ സ്നേഹിയെ അമിതമായിട്ട് സ്നേഹിക്കുമ്പോഴും അവളെ തൊടുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവരുടനെ വിവാഹം കഴിക്കും. വിദേശത്ത് ഹണിമൂണിന് പോകുന്ന കാര്യവും പറയുന്ന കേട്ടു. പിന്നീട് അവർക്കൊരു കുഞ്ഞായി അവരവരുടെ ജീവിതം ജീവിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ വലിഞ്ഞു കയറി അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നേ? ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് അതൊന്നും സഹിക്കുന്നില്ല. അപ്പോ ഇനി ഇതൊക്കെ നേരിട്ട് കാണുമ്പോ നിങ്ങക്ക് ഭ്രാന്തായി പോവല്ലോ. അല്ല, ഇപ്പോഴും നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. എല്ലാ സഹായത്തിനും നിങ്ങൾക്ക് ധനുഷ് വേണം. ഈ കുടുംബത്തെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങളും അവനും ചേർന്ന് നടത്തുന്ന നാടക വിവാഹം. അപ്പൊ പിന്നെ അവനൊന്ന് സ്നേഹയോട് സ്നേഹം കാണിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവരുടെ വിവാഹം കാണാൻ ഞാനും ഇപ്പൊ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വിവാഹം നടത്താൻ താല്പര്യമില്ല എന്നുള്ള ഒറ്റ കാരണം. അങ്ങനൊരു വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അത് കാണാൻ നീ ഈ വീട്ടിലുണ്ടാവില്ല അർച്ചന. അതിനു മുന്നേ നിന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കും ഞാൻ. നോക്കിക്കോ, അതിനു വേണ്ടി ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ. അതിന് പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാനങ്ങ് തീർക്കും, ഉറപ്പാ. രാവിലെ എന്റെ അടുത്ത് വന്ന് ഇമ്മാതിരി വർത്താനം പറഞ്ഞ തിളച്ച ചായ എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കും. അത് ധനുഷൻ സ്നേഹം കെട്ടിപ്പിടിക്കുന്ന കണ്ട് മനസ്സിലുണ്ടായ പൊള്ളല് പോലെ ആയിരിക്കില്ല. ഈ മുഖം ഇതിനേക്കാളും വികൃതമായി പോകും. അത് രാവിലെ വന്ന് എന്നെ കൊല്ലും പോലും. എന്റെ ഏട്ടത്തിയുടെ ഓരോരോ തമാശകളെ. അച്ഛാ, മോളെ, സ്നേഹയുടെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക. അതെല്ലാം സ്നേഹയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നതുവാ. നമുക്കത് പോയി എടുക്കണം. നിനക്ക് സമയം കിട്ടുമ്പോൾ നീയും കൂടി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അതെടുക്കാം. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ കൂടെ വരാം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അതച്ഛാ, ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തണോ? ഇതൽപ്പം
നേരത്തെ ആയി പോയില്ലേന്നാ എൻ്റെ ഒരു സംശയം. അതെന്താ അവന്തിയേക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? മറ്റൊന്നുമല്ല അച്ഛാ, ഞാനും നന്ദേട്ടനും കൂടി അന്ന് ധനുഷിന്റെ വീട്ടിൽ പോയ സമയത്ത് ധനുഷിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഈ ബന്ധം അത്ര താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. അവര് അങ്ങനെ പറഞ്ഞൊന്നുമില്ല, എനിക്ക് തോന്നിയതാ. ധനുഷിനെ കേസിൽ കൊടുക്കിയതും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും ഒക്കെ അർച്ചനയാണെങ്കിലും പറയുമ്പോ അതൊക്കെ നമ്മളാ ചെയ്യിപ്പിച്ചെന്നല്ലേ അവര് കരുതൂ. അവർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല അച്ഛാ. എന്നിട്ട് നന്ദൻ അതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ചിലപ്പോ നന്ദേട്ടനത് മനസ്സിലായി കാണില്ലായിരിക്കും. അതിപ്പോ അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ധനുഷിനെ അർച്ചന അത്രയ്ക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ, അതുകൊണ്ട് ഒന്നുകൂടി അവരോട് സംസാരിച്ചിട്ട് പോരെ അച്ഛാ ഈ വിവാഹം. പോരാ. നിന്നോട് ധനുഷിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്? ആ, താല്പര്യമില്ലാന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അവരുടെ ഏത് ഭാവം കണ്ടിട്ടാ നിനക്ക് അങ്ങനെ തോന്നിയത്? ഒരു 5 മിനിറ്റ് പോലും നമ്മൾ അവരോട് സംസാരിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് എങ്ങനെ മനസ്സിലായി നിനക്ക് മാത്രമായിട്ട് ഇതൊക്കെ? ആ, അത് ഞാൻ നീ കൂടുതൽ പറയാനായിട്ട് ബുദ്ധിമുട്ടണ്ട. നീ മാനസികമായിട്ട് സച്ചിയുടെ അർച്ചനയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു അല്ലേ? നിനക്ക് തോന്നിയതാണെന്നല്ലേ നീ പറഞ്ഞത്? അവർക്ക് അങ്ങനൊരു എതിർപ്പുള്ളതായി എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ധനുഷ് നമ്മളോട് ആ വിവരം പറയുമായിരുന്നല്ലോ. നീ പറഞ്ഞ പോലെ തന്നെ നിനക്ക് തോന്നിയതാവാനേ വഴിയുള്ളൂ. അവരൊക്കെ പാവങ്ങളാ മോളെ. അല്ലെങ്കിൽ ധനുഷിനെ വീണ്ടും ഇങ്ങോട്ട് വിടില്ലായിരുന്നു. പല തവണ കാതിൽ കേൾക്കുന്ന കള്ളങ്ങൾ ചിലപ്പോൾ സത്യമായിട്ട് തോന്നിയെന്ന് വരും. അതുപോലെ ഇവിടെ പലരും ധനുഷ് ശരിയല്ല എന്നും അങ്ങനെ പലതും പറയും. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ നീ ഇവിടെ ആരോടും സംസാരിക്കണ്ട. മനസ്സിലായല്ലോ? ആ, സ്നേഹേ, ആർക്കായി ചായ? ധനുഷിന്. എന്താ ഏട്ടത്തി? അല്ല, ധനുഷിന് ചായ കൊടുക്കാൻ വേറെ ആരും ഇല്ലേ ഇവിടെ? അതിന് നീ എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നേ? മെനക്കേടോ? ഏട്ടത്തി എന്തേ പറയുന്നേ? നീ ചായം കൊണ്ടൊന്നും പോണ്ട, അത് ശരിയാവില്ല. ശരിയാവില്ലെന്നോ? അതെന്താ? അതങ്ങനെയാ. നീ അതിങ്ങി തന്നെ, ഞാൻ കൊണ്ടേ കൊടുക്കാം. വിവാഹത്തിന് മുമ്പേ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലായോ? എടുത്തി എടുത്തിയത് എവിടേക്കാ? ധനുഷിന് ചായ കൊണ്ട് കൊടുക്കാൻ. ധനുഷിനുള്ള ചായയും കൊണ്ടല്ലേ സ്നേഹ അടുക്കളയിൽ നിന്ന് പോകുന്നത്? നീ കൊണ്ടുവന്ന ചായ എന്തിനാ ഏട്ടത്തി ഏൽപ്പിച്ചേ? ഓ, ഏൽപ്പിച്ചതല്ലല്ലേ, പിടിച്ചു വാങ്ങിയതാണോ? നീ എന്തിനാ ധനുഷിന് ചായ കൊടുക്കാൻ ഇവളെ പറഞ്ഞു വിടുന്നേ? നിനക്ക് കൊണ്ട് കൊടുത്തൂടെ? എന്തിന്? സച്ചേട്ടന് ഞാൻ കൊണ്ടു കൊടുത്തു. ധനുഷിന് സ്നേഹ കൊണ്ടു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അവള് വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ ധനുഷ്. നീ തന്നെയാ കൊണ്ടു കൊടുക്കേണ്ടത്. ഉറക്കത്തെ ഉണരുമ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ചായക്കപ്പുമായിട്ട് കൺമുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോ തന്നെ ഒരു സന്തോഷം. അവന്റെ അടുത്ത് കാണുന്നതിനേക്കാളും അവനിഷ്ടം നിന്നെ കാണുന്നത് തന്നെ ആയിരിക്കും.
അതുകൊണ്ട് നീ തന്നെ കൊണ്ടേ കൊടുക്ക്. ഉം. അവര് ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്നവരല്ലേ, അതിനിടയിലേക്ക് നിങ്ങളെന്തിനാ ഈ വലിഞ്ഞു കയറാൻ ചെല്ലുന്നത്? അസൂയ കാര്യമായിട്ട് പൊട്ടി മുളയ്ക്കുന്നുണ്ടല്ലേ? എനിക്കെന്തിനാ അസൂയ? ധനുഷിന് അങ്ങനെ രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. അതുമല്ല, സ്നേഹ അതുമായിട്ട് പോകുന്നത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ധനുഷിന്റെ ശീലങ്ങള് സ്നേഹിക്കാളും അറിയാവുന്നത് ഏടത്തിക്കാണല്ലോ. സ്വന്തം ഭർത്താവിന്റെ ശീലങ്ങളെ പറ്റി വല്ല ധാരണയുണ്ടോ? അദ്ദേഹത്തിന് രാവിലെ ഒരു ചായ നിർബന്ധമായിട്ടും വേണം. അത് ചെയ്യാതെ അനിയത്തിയുടെ ഭർത്താവിന്റെ പുറകെ ചായയായിട്ട് നടക്കുന്നതേ അത്ര നല്ല പ്രവണതയല്ല. എല്ലാവരോടൊപ്പം നിൽക്കുന്നുവെങ്കിലും ഈ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെക്കാളും നിങ്ങളാ. അതിന്റെ കാരണം നിങ്ങൾക്കേ അറിയൂ. ഇനിയിപ്പോ എന്ത് കാരണമായാലും അത് ശരിയായ കാരണമാവില്ല. നമുക്കൊരു പ്രായം കഴിയുമ്പോൾ ഉള്ള കുഴപ്പം ഇതാ, ചെറുപ്പക്കാരെന്ത് ചെയ്താലും അതിനോട് ഒരുതരം വില കുറഞ്ഞൊരു അസൂയ ഉണ്ടാവും. നമുക്കത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് മാത്രം ഉണ്ടാവുന്നൊരു അസൂയ അത്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തോണ്ട് സ്വയം മാറ്റിയെടുക്കണം. അതേ നിവൃത്തിയുള്ളൂ. നീ എന്തേ പറഞ്ഞോണ്ട് വരുന്നേ? ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങള് പറഞ്ഞുണ്ടാക്കിയിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കാനാണെങ്കിൽ സ്നേഹയുടെ പോക്കും രീതികളും ശരിയല്ലാത്തോണ്ട് ഞാനൊന്ന് വിലക്കിന്നേ ഉള്ളൂ. ഓ, ഭയങ്കരം തന്നെ. എന്തു ഉത്തരവാദിത്തമുള്ളൊരു ഏട്ടത്തി. ഒരു കാലിച്ചായയിൽ വരെ ഉത്തരവാദിത്തം. നിങ്ങളെ ഇപ്പോഴും ഏട്ടത്തിന്ന് വിളിക്കുന്ന എന്റെ അവളുടെയും ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. മോളെ, പ്രതിഭ വന്നേ. സാർ, ബോഡി എടുക്കാനുള്ള ഏർപ്പാടുകൾ ശരി, സാർ. ചെയ്യണം. അതുകൂടാതെ ഫോറൻസിക്കിന്റെ ആൾക്കാരെ വിവരം അറിയിക്കുകയും വേണം. ഓക്കെ സാർ. പിന്നെ ആദ്യം ബോഡി കണ്ട ആളാരണം തിരക്കി മൊഴിയെടുക്കണം. ഓക്കെ സാർ. ശരി ശരി. ഹലോ സർ, സർ ഇവിടെ പാറക്കുളത്തിലൊരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ഏത് പാറക്കുളത്തിൽ? സർ, പഴയ MLA യുടെ വീടിനടുത്തുള്ള കേസിൽപ്പെട്ട് കിടന്നിരുന്ന ഒരു കോറിയില്ലേ,
അവിടെയാ. ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ല സർ, ഞങ്ങളിപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയേ ഉള്ളൂ. സാറൊന്ന് ഇവിടം വരെ വന്നിരുന്നെങ്കിൽ. ഞാനിപ്പോ വരാം. ഡ്രൈവർ, വണ്ടി എടുക്ക. എന്നിട്ട് തന്റെ അവന്തികടുത്ത് എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ അർച്ചനയടുത്തേക്ക് ഇത് എന്തു പറ്റി? അതും ഇത്ര പെട്ടെന്ന്. ഇന്നലെ ഫോട്ടോഷൂട്ട് സമയത്ത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് നമ്മളോടൊരു സ്നേഹം. അത് കണ്ട് സന്തോഷിക്കുകയും സമാധാനിക്കൊന്നും വേണ്ട. ഒരു കാര്യത്തിന് വാശി പിടിച്ച അത് നടത്തിയെടുത്തേ ഏട്ടത്തി അടങ്ങും. അതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യ. ഏയ്, ഇതൊന്നും ആവില്ല. നമ്മുടെ കാര്യത്തിൽ എതിർത്ത് നിന്നിട്ടും കാര്യമില്ലാന്ന് തോന്നിക്കാണും. അവരെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ? എല്ലാവരോടും ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞു പരത്തി. എന്നെ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. അതൊക്കെ പരാജയമായപ്പോ അവർക്ക് തന്നെ തോന്നിക്കാണും ഇതൊന്നും നടക്കുന്ന ലക്ഷണമില്ലെന്ന്. രണ്ടുപേരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് വിശ്വസിച്ച് ഒന്നിക്കാൻ തീരുമാനിക്കുന്നിടത്ത് മറ്റ് അപവാദങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അതെനിക്കും തോന്നി. നമ്മുടെ സ്നേഹം കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. ആര് വിചാരിച്ചാലും നമ്മൾ പിരിക്കാനും പറ്റില്ല. അത്രയ്ക്ക് അടുത്തു പോയ രണ്ടുപേരല്ലേ നമ്മൾ രണ്ടും. സത്യം പറഞ്ഞാ നമ്മുടെ ഈ ബന്ധം ഇത്രയ്ക്കും വളരാൻ കാരണം ഈ ബന്ധത്തെ എതിർക്കുന്നവരാ. അവരെ എതിർക്കുന്തോറും നമുക്കിടയിലുള്ള ഇഷ്ടവും വിശ്വാസവും കൂടുന്നേ ഉള്ളൂ. ഇത്രയും പേരും ചുറ്റിനും നിന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴും താനെന്താ എന്നെ അവിശ്വസിക്കാത്തത്? ഒരിക്കൽ പോലും തള്ളി പറയാത്തത്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടും അതിനപ്പുറം ധനുഷിന് വിശ്വാസമുള്ളതുകൊണ്ടും. ഞാൻ ആദ്യമായിട്ടാ ഒരാളെ സ്നേഹിക്കുന്നത്. ധനുഷിനൊപ്പം എങ്ങനെയുള്ള ജീവിതം ഈശ്വരൻ തന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. ഇഷ്ടക്കൂടുതലുള്ളിടത്ത് പരാതിയും പരിഭവവും ഒന്നുമില്ലല്ലോ. ഞാനും ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാ. ഇപ്പൊ തോന്നുന്നു കുറേ കാലം മുൻപ് തന്നെ പരിചയപ്പെടണമായിരുന്നു. ആരും അറിയാതെ പ്രണയിക്കുന്ന സുഖം ആവോളം അനുഭവിച്ചിട്ട് മതിയായിരുന്നു ഈ വിവാഹം. രഹസ്യമായി പ്രണയിച്ച് ആരും കാണാതെ സിനിമയ്ക്കൊക്കെ പോയി, ആരും കാണാതെ തമ്മിൽ കണ്ട് സംസാരിച്ച്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എപ്പോ വേണേലും കാണാം, സംസാരിക്കാം, കറങ്ങാൻ പോവാം. അപ്പൊ കൂടുതൽ ഇഷ്ടം കള്ളത്തരം കാണിക്കുന്നതിലല്ലേ? ഒരു പ്രത്യേക ഫീലല്ലേ അത്. കള്ളത്തരങ്ങൾ പ്രണയത്തിലേക്ക് വരുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയാ. താനൊന്ന് ഓർത്തു നോക്കിയേ, നമ്മളിവിടെ ആരും അറിയാതെ പ്രണയിക്കുകയാണെന്ന് കരുതുക. ആരും അറിയാതെ താനിപ്പോൾ എന്നെ കാണാൻ വന്നൊന്നും കരുതുക. പെട്ടെന്ന് തൻ്റെ സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ ധനുഷിന് ചായയും കൊണ്ടുവന്നതാ. അറിഞ്ഞു. ചായ കൊണ്ടുവന്നോളെ ഇതുവരെ കണ്ടില്ലെന്ന് അർച്ചന പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതൊരു ഭർത്താവിനും ആഗ്രഹിക്കാം താൻ ഉറക്കം എഴുന്നേൽക്കുമ്പോ ഭാര്യ ഒരു കപ്പ് ചായയായിട്ട് നിൽക്കണമെന്ന്. അതുപോലെ ധനുഷിന് ആഗ്രഹം കാണും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ആ ആഗ്രഹമൊക്കെ ധനുഷിന്റെ വിവാഹം കഴിഞ്ഞ് ആ ഭാര്യയോട് മതി, എന്റെ അനിയത്തിയോട് വേണ്ട. നീ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ ഓണറിൽ ഒരാളാ, ഇവൻ അവിടുത്തെ സ്റ്റാഫും. അതായത്
നിന്റെ ശമ്പളക്കാരനാണ് ഈ നിൽക്കുന്ന ധനുഷ്. നീ ഒരു ചായ കൊണ്ട് കൊടുക്കുന്നതില് യാതൊരു തെറ്റുമില്ല. ചായ കുടിച്ച് ഇയാൾക്ക് ഉന്മേഷം ഉണ്ടായാലേ ഇയാളുടെ ജോലി നല്ല രീതിയിൽ നടക്കൂ. അങ്ങനെ നടന്നാലേ നമുക്ക് ലാഭം കിട്ടൂ. ആ ലാഭം നോക്കി മാത്രമാവണം നിന്റെ പ്രവൃത്തികളും. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ലാഭവും നീ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയാൻ മടിച്ച ഞാൻ ഇത്രയും വിവരിച്ച് പറഞ്ഞത്. അതിന് നിന്റെ മുഖത്ത് നോക്കി പറയണോ?